ഏറ്റവും നല്ല സുഹൃത്താ. ഞങ്ങൾക്കിടയിൽ ഒരു കള്ളത്തരവുമില്ല. എന്നാലും നാട്ടുകാർക്ക് അങ്ങനെ ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലായിരുന്നു. പറ്റിപ്പോയി. ഒന്നും മനഃപൂർവ്വമല്ല. ഞാനോ മാലിന്യോ ഒരു തെറ്റും ചെയ്തിട്ടുമില്ല. ഇപ്പോ സേഫാണല്ലോ അല്ലേ? സേഫാണ്. ഡോക്ടർ എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കണം കേട്ടോ. ശരി. എന്താ നിരഞ്ജൻ, എന്താ പ്രശ്നം? ആരോ ഇവിടെ നടന്നത് മൊബൈലിലെടുത്തു. എന്നിട്ട് ആ മൊബൈൽ ദൃശ്യങ്ങൾ കണ്ടിട്ടാ സിദ്ധു ഇപ്പൊ എന്നെ വിളിച്ചത്. ഈശ്വര, സിദ്ധുവിന്റെ ശത്രുവായ ചന്ദ്രയാണത്രേ ദൃശ്യങ്ങൾ കാണിച്ചത്. ചന്ദ്രയ്ക്കത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്റെ വീട്ടിലും അത് എത്തിയിട്ടുണ്ടാവും. അക്ഷര അത് കണ്ടാൽ തകർന്നു പോകും. അവളെന്തെങ്കിലും അബദ്ധം കാണിക്കുമെന്നോ എന്റെ പേടി. ഇപ്പൊ തോന്നുന്നുണ്ടോ ഇതൊന്നും വേണ്ടായിരുന്നു? പറ്റിപ്പോയില്ലേ, ഇനിയിപ്പോ പറഞ്ഞിട്ടെന്താ കാര്യം? ഞാൻ വേഗം വീട്ടിലേക്ക് ചെല്ലട്ടെ. അവിടെയുള്ളവരെ സത്യം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കണം. അവർക്ക് മനസ്സിലാവോ നിരഞ്ജൻ? ഒരു ഭാര്യയ്ക്കും അത് മനസ്സിലാവില്ല. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. മാലു വാതിലടച്ച് കിടന്നു. ഇനി ആരെങ്കിലും ശല്യത്തിന് വന്നാൽ വാതിൽ തുറക്കണ്ട, എന്നെ വിളിച്ചാൽ മതി. ഞാൻ വരാം. നിരഞ്ജൻ, നമ്മൾ തമ്മില് ഇനി കാണോ? അതെന്താ അങ്ങനെ ചോദിക്കുന്നത്? നമ്മൾ ഇനിയും കാണും. പിരിയാൻ വേണ്ടിയല്ലല്ലോ മാലു നമ്മൾ വീണ്ടും കണ്ടുമുട്ടിയത്. ധൈര്യമായിട്ടിരിക്കും, ഞാൻ കൂടെ ഉണ്ടാവും. സ്വാമി, പോലീസ് കേസായോ? പോലീസുകാർ വന്നോ? ഭാഗ്യത്തിന് അത് ഉണ്ടായില്ലേ സാറേ. പോലീസുകാരും കൂടി വന്നേക്ക് ആകെ നാറിയന്. നാറാനുള്ളതൊക്കെ നാറിയില്ലേ സ്വാമി? ഇനി ഇതിൽ കൂടുതൽ എന്ത് സംഭവിക്കാന്? എന്നാലും സാറേ, ഇതുകൊണ്ട് ചില ഗുണങ്ങളുണ്ട് സാറേ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഞാൻ അതാണ് ആലോചിച്ചത്. ഗുണങ്ങളോ? ഒരാണിനെയും പെണ്ണിനെയും സംശയകരമായ സാഹചര്യത്തിൽ നാട്ടുകാരെ വളഞ്ഞിട്ട് പിടിക്കുന്നതാണോ സ്വാമി ഗുണകരം? ഗുണാണ് സാറേ, നമ്മക്ക് ഗുണാണ്. എങ്ങനെ? പേടിക്കും, കിടുകിടാന്ന് വിറയ്ക്കും. നിരഞ്ജൻ സാറിന്റെ കാര്യമാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇനി ആ വീട്ടിൽ പോവാൻ നിരഞ്ജൻ സാറ് ധൈര്യപ്പെടുവോ? നിരഞ്ജൻ സാറ് ധൈര്യപ്പെട്ടാലും മാലിനി അത് സമ്മതിക്കുമോ? എന്ന് വെച്ചാ എന്താ അതിന്റെ അർത്ഥം? ആ വീട്ടിൽ വെച്ചുള്ള അവരുടെ കൂടിക്കാഴ്ച അവസാനിച്ചു എന്നല്ലേ? അതാർക്കാ ഗുണം ചെയ്യണത്? നമ്മക്ക്. ഈ സംഭവത്തിന്റെ പേരിൽ നിരഞ്ജൻ സാറും മാലിനിയും തമ്മിലുള്ള ബന്ധം ചിലപ്പോ ഇല്ലാതാവാൻ സാധ്യതയുണ്ട്. സാറൊന്ന് ആലോചിച്ചു നോക്കിയ ശരിയല്ല ഞാൻ പറയുന്നത്? അതൊക്കെ ശരിയായിരിക്കും, പക്ഷെ എന്റെ പേടി അതൊന്നുമല്ല സ്വാമി. രണ്ടുപേരെയും വാശി കൂടുതലേ. അങ്ങനെ സംഭവിച്ചാൽ അത് കൂടുതൽ ദോഷം ചെയ്യും. വാശി കൂടാനുള്ള സാധ്യത ഒന്നും ഇല്ല സാറേ. അത്രയും ധൈര്യമൊന്നും രണ്ടുപേർക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നണില്ല സാർ. ഉർവശി ശാപം ഉപകാരായെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഇവിടെ സംഭവിക്കാൻ പോണത്. എന്നാലും ഇപ്പോ ഉണ്ടായ ഈ നാണക്കേട് എങ്ങനെ മാറും സ്വാമി? എനിക്ക് പുറത്തിറങ്ങി നടക്കണ്ടേ? എന്റെ പൊന്നു സാറേ, ഇതൊക്കെ ഒരാഴ്ച കഴിയുമ്പോൾ ആൾക്കാർ മറക്കില്ല. അവര് പുതിയ പുതിയ വാർത്തകളുടെ പിന്നാലെ പോയിക്കോളും. അതോർത്ത് സാറ് വെറുതെ ടെൻഷൻ ആവണ്ട. പണ്ടാരോ പറഞ്ഞതുപോലെ പാമ്പ് ചാവണ വരെയുള്ളൂ തവള ചാവണ വാർത്ത. പാമ്പ് ചത്ത തവളേനെ മറക്കും, കഴുകൻ ചത്ത പാമ്പിനി എന്ന് വെച്ച് നിരഞ്ജൻ സാറിന്റെ മുന്നിൽ നമ്മൾ ഇങ്ങനെയാണ് ചിന്തിക്കണെന്നുള്ള മട്ടിലൊന്നും പെരുമാറരുത്. എന്തിനും രണ്ട് വശമുണ്ട് എന്നുള്ളത് പോലെ ഇതിനും രണ്ട് വശമുണ്ട് എന്ന് മനസ്സിലാക്കിയാൽ മതി.
ഒറ്റയായിരിക്കും മോളെ. ഇപ്പൊ അതൊരു ഫാഷനാണല്ലോ. ഈ സദാചാര പോലീസുകാരുടെ ശല്യം സഹിക്കാൻ പറ്റാതായിട്ടുണ്ട്. അപ്പച്ചി ഇപ്പോഴും ആളുകളെയാണോ കുറ്റം പറയുന്നത്? ആരാ അവസരം ഉണ്ടാക്കി കൊടുത്തത്? ആ വീട്ടിൽ രാത്രി ചെല്ലണ്ട എന്താവശ്യം അദ്ദേഹത്തിനുള്ളത്? ഞാൻ നാട്ടുകാരെ കുറ്റം പറയില്ല അപ്പച്ചി. എല്ലാം അദ്ദേഹം തന്നെ വരുത്തി വെച്ചതാ. എന്നെ ശ്രുതിമോളെ ഓർത്തില്ല. അതാ എനിക്ക് സങ്കടം. മോളെ, സത്യം എന്താണെന്ന് ഇപ്പോഴും നമുക്ക് അറിയില്ലല്ലോ മോളെ. തങ്കച്ചിയാ മോൾക്ക് ആ വീഡിയോ എടുത്ത് അയച്ചു തന്നത്. ആളുകളെ വിട്ടതും ബഹളം ഉണ്ടാക്കിച്ചതും തങ്കച്ചി തന്നെയാണെങ്കിലോ? ആണെങ്കിലെന്താ? അവിടെ തിന്നിറങ്ങാൻ പോയിട്ടല്ലേ? അദ്ദേഹത്തെ ന്യായീകരിക്കാൻ നിൽക്കണ്ട അപ്പച്ചി. അദ്ദേഹം തെറ്റ് തന്നെയാ ചെയ്തത്. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരു സ്ത്രീയുടെ വീട്ടില് ആ സമയത്ത് ഒരാണ് പോകുന്നുണ്ടെങ്കിൽ അത് എന്തിനു തന്നെയാണെങ്കിലും നാട്ടുകാരതിനെ ഒറ്റ പേരിലെ വിളിക്കും. അവിഹിതം. അതിന് നാട്ടുകാരെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല.